പാലക്കാട് അനുഗ്രഹ തണ്ണീർ സൊസൈറ്റിയുടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് ഓഫീസ് കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ADS ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. പാലക്കാട് അനുഗ്രഹ തണ്ണീർ സൊസൈറ്റിയുടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് ഓഫീസ് കം സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം നടന്നു. MLAയുടെ ADS ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു കാരണക്കാരനാകാൻ കഴിഞ്ഞു എന്ന് അറിയുന്നില്ല. അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയാം. അദ്ദേഹം പറഞ്ഞ പോലെ ഡിജോ കാപ്പൻ ഇവിടെ ഇല്ലാതായി പോയതിൻ്റെ ഒരു ദുഃഖം എനിക്കും ഉണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി ഇതിന് സ്ഥലം തരാൻ സമ്മതിച്ച സോദരൻ ശ്രീ ജോസ് പഴയവർമ്മൻ ചേട്ടനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുക. അദ്ദേഹത്തോട് നന്ദി പറയാം. സാധാരണക്കാരും അങ്ങനെ ചെയ്യുന്നതല്ല. അങ്ങനെ ചെയ്യാൻ തോന്നി അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയാം. വെള്ളവും വെളിച്ചവും റോഡും മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശം സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഭരണാധികാരിയുടെയും ഉത്തരവാദിത്വമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം കഴിഞ്ഞ 7 വർഷമായിട്ട് പാലാ ടൗണിൽ കയറി പ്രത്യേകിച്ച് ഒന്നും പണിതിട്ടില്ല. റോഡുകളുടെ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നല്ല, ബാക്കി കുടിവെള്ള പദ്ധതികളുടെ മറ്റു പദ്ധതികളെല്ലാം ഗ്രാമങ്ങളിലേക്ക് വിടുകയായത്. കാരണം ഗ്രാമങ്ങളിലെ ജനങ്ങളും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കണം. അത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ്. യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് സോജൻ ജോസ് പഴയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഈ ഒരു ജലവിതരണ പദ്ധതി എത്രമാത്രം ആസ്പദമായി ഇരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1997 ഇവിടെ ഈ ജലവിതരണ പദ്ധതി ആരംഭിക്കുന്നത്. അന്ന് കേവലം 40 കുടുംബങ്ങൾക്കായി ആരംഭിച്ച ഈ പദ്ധതി അന്ന് സുഭിക്ഷമായിട്ട് 40 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് ഈ ചെറിയൊരു ജലസംഭരണി മതിയായിരുന്നു. എന്നാൽ ആ ജലസംഭരണിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 200 കുടുംബങ്ങളിലധികം ആൾക്കാർക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി മാത്യു പൂവത്താനി സ്വാഗതം ആശംസിച്ചു. മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അമ്പിളി ജി നെല്ലാലയിൽ, ജിൻസി കാക്കാനിയിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രിൻസ് ഓടയ്ക്കൽ, ബിൻസി വട്ടോത്തുകുന്നൽ, അഞ്ചുവട്ടം എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ വാട്ടർ ടാങ്കിന് സ്ഥലം നൽകിയ ജോസ് പഴയപറമ്പിലിനെയും കൂടാതെ SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഗൗരി ഗിരീഷ്, +2 എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ആക്സ മറിയം ആന്റണി എന്നിവരെയും ആദരിച്ചു. പ്രദേശവാസികളും ഗുണഭോക്താക്കളും അടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. i4A ന്യൂസ് പാല.